കാഞ്ഞങ്ങാട് ആവിക്കൽ കടപ്പുറം തീരദേശ തണൽ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ 20ഓളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വിഷു ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് സുഹാസ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ആവിക്കൽ കടപ്പുറം തീരദേശ തണൽ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ 20ഓളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വിഷു ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. തണൽ കൂട്ടായ്മ പ്രസിഡന്റ് ഷാജി അമൃതദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് സുഹാസ് ഉദ്ഘാടനം ചെയ്തു. 12 വർഷത്തോളമായി തണൽ കൂട്ടായ്മ രൂപീകരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും കഴിഞ്ഞ ലളിതമായ രീതിയിൽ തന്നെ ഈ തീരദേശത്തുള്ള പല ആൾക്കാരെയും കണ്ടെത്തിക്കൊണ്ട് ദാരിദ്ര്യമായ പല ആൾക്കാരെയും കണ്ടെത്തിക്കൊണ്ട് സഹായം ചെയ്യുന്നൊരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഇവരൊക്കെ. ഇപ്പോൾ 1 വർഷത്തോളമായി ഇവർ കുറച്ചും കൂടി വിപുലമാക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം പൂരം മഹോത്സവത്തിന് കുടിയേറ്റ ദിവസം തന്നെ ഒരു കുടിവെള്ള വിതരണം, അതായത് തണ്ണിമത്തനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു 3000 ആൾക്ക് തന്നെ കൊടുത്തു. ഒരു നല്ല വിജയമുള്ള കാര്യം തന്നെയായിരുന്നു. ചൂടുള്ള സമയത്ത് കൊടുത്തു. ഇപ്പോൾ 20 പേരെയൊക്കെ കണ്ടെത്തി ഒരു കിറ്റ് കൊടുക്കുന്നത് തന്നെ ഈ വിഷു കൈനീട്ടമായി തോന്നുന്നത് ഏറ്റവും മഹത്തായ ഒരു വൽക്കരണമാണ്. ഈ 20 നാളെ 200 ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ക്ഷണിച്ചതിന് ഈ തണൽ കൂട്ടായ്മയുടെ ഭാരവാഹിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനത്തിനായി അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ ഇളയ ഭഗവതി ആയത്താർ കിറ്റ് വിതരണോദ്ഘാടനം നടത്തി. ഒരു ചെറിയ സംഘടനയായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ അത് വലുതാണെങ്കിൽ ആവണമെങ്കിൽ നമ്മളുടെ ഹൃദയങ്ങൾ അതായിട്ട് ബന്ധപ്പെടണം. അതായത് നമ്മൾ ഇതെന്തിന് വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാലും പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. കുറച്ച് സമയം അതിന് വേണ്ടി പ്രവർത്തിക്കും. ദേവദാസൻ, മണി കെ ആർ, രാജേഷ്, സുരേഷ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സുനി കെ സ്വാഗതവും പ്രകാശൻ വി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.